ഹലോ സ്റ്റുഡൻസ്, ടോപ്പ് ട്യൂഷൻ്റെ 9th സ്റ്റാൻഡേർഡ് കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 2 പീരിയോഡിക് ടേബിൾ. ഈ ചാപ്റ്ററിലെ ലെറ്റസ് അസസ് സെക്ഷൻ നമുക്കിന്ന് നോക്കാം. ക്വസ്റ്റ്യൻ: നമുക്കൊരു സെറ്റ് ഓഫ് എലമെൻറ്റ്സ് 3 എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അത് ഏത് പീരിയഡിലും ഗ്രൂപ്പിലാണ് പെടുന്നതെന്നും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഡേറ്റ ഒരു ടേബിൾ ഫോർമാറ്റിലേക്ക് എടുത്തെഴുതി. സോഡിയത്തിൻ്റെ ആറ്റമിക് നമ്പർ 11 ആണ്. അപ്പോൾ 2n² റൂൾ അനുസരിച്ചിട്ട് ഓരോ ഷെല്ലിലും മാക്സിമം കപ്പാസിറ്റി മനസ്സിലാക്കിയിട്ട് അത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓരോ ഷെല്ലിലേക്കും കൊടുക്കുക. 2 × 1² 2 ആണ്. അപ്പോൾ ഇന്നർ ഷെല്ലിൽ 2 × 2² മാക്സിമം 8 പോസിബിൾ ആണ് രണ്ടാമത്തെ ഷെല്ലിൽ. അപ്പോൾ 2 × 2 + 8 10 ഇലക്ട്രോൺ ഇങ്ങനെ പോയി. സോഡിയത്തിൽ 1 more ഇലക്ട്രോൺ ഉള്ളത് മൂന്നാമത്തെ ഷെല്ലിലേക്ക് പോയി. ഇനി അലൂമിനിയത്തിൻ്റെ കേസിലും 10 ഇലക്ട്രോൺ 2 പോയി. റിമൈനിങ് 3 ഇലക്ട്രോൺ മൂന്നാമത്തെ ഷെല്ലിൽ. ക്ലോറിനിലും 2 8 7 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യാം. 2n² റൂളിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ച്. ഇനി നമ്പർ ഓഫ് പീരിയഡ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ എത്ര ഷെല്ല് ഉണ്ടെന്ന് മനസ്സിലായി. നമ്പർ ഓഫ് ഷെല്ലാണ് പീരിയഡ് നമ്പർ. ഗ്രൂപ്പ് നമ്പറിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1ഉം 2ഉം ഇലക്ട്രോൺസ് ആണെന്ന് ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പ് ഔട്ടർ മോസ്റ്റ് ഷെൽ നമ്പർ തന്നെ ആയിരിക്കും. ഗ്രൂപ്പ് 1 ഇലക്ട്രോൺ ആണെങ്കിൽ ഗ്രൂപ്പ് 1, 2 ഇലക്ട്രോൺസ് ആണെങ്കിൽ ഗ്രൂപ്പ് 2. പക്ഷേ ഗ്രൂപ്പ് 3 മുതൽ 7 വരെയുള്ള, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ആയാൽ അതിൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 13 ആണ്. ഈ പൊസിഷനാണ് ഇത്. അതായത് 1, 2 ഗ്രൂപ്പ് കഴിഞ്ഞാൽ ഒരു 10 ട്രാൻസിഷൻ എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോണുള്ള ഈ ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ 1 2 പ്ലസ് ഈ 10, അപ്പോൾ ഇത് 12 കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇത്. അപ്പോൾ അതാണ് 13 14 15 16 17 18 എന്നാണ് ഈ ഗ്രൂപ്പുകൾ ഇവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ ഇലക്ട്രോൺസിനെ നോക്കിയിട്ടാണ്, ഒന്നുമില്ലെങ്കിൽ 1 or 2 ആണെങ്കിൽ സെയിം, അല്ല 3 അല്ലെങ്കിൽ മോർ ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോൺ ആണെങ്കിൽ 10 ആഡ് ചെയ്തിട്ട് ഗ്രൂപ്പ് നമ്പർ എഴുതുക. ഇനി ഓക്സിജൻ, നിയോൺ, കാർബൺ അടുത്ത 3 എലമെൻറ്റ്സ് തന്നിരിക്കുന്നത്. അതിന് നമുക്ക് ടേബിളിലേക്ക് എഴുതാം. ഓക്സിജൻ്റെത് ആറ്റമിക് നമ്പർ 8 ആണ്. അപ്പോൾ ഈസി ആയിട്ട് 2 8 2n² റൂൾ അനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. നിയോൺ 10 ആണ് ആറ്റമിക് നമ്പർ, അപ്പോൾ 2 8. കാർബൺ 2 4 ആറ്റമിക് നമ്പർ 6 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. പീരിയഡ് എത്ര ഷെല്ലുണ്ട് എന്ന് നോക്കിയിട്ട് ഇത് 3ഉം 2 ഷെൽസ് ആണ് എല്ലാത്തിലും ഉള്ളത്. അപ്പോൾ പീരിയഡ് 2 ആണ്. ഓക്സിജൻ്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടത്? 6ൻ്റെ കൂടെ 10 ആഡ് ചെയ്തു, 16. 8 + 10 18. 4 + 10 14. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 അതോ അതിൽ കൂടുതലോ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ 10 ആഡ് ചെയ്തിട്ട് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കും. ക്വസ്റ്റ്യൻ: നമുക്ക് ഒരു എക്സ് എന്നുള്ള എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. 2 8 8 1. ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ ആറ്റമിക് നമ്പർ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആറ്റമിക് നമ്പർ കാണാനായിട്ട് ഇതിനകത്ത് ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് കിട്ടി. ഇലക്ട്രോൺസിൻ്റെ സെയിം തന്നെയായിരിക്കും പ്രോട്ടോൺസ്. അതുകൊണ്ട് ഇലക്ട്രോൺസ് ആഡ് ചെയ്താൽ നമുക്കതിൻ്റെ ആറ്റമിക് നമ്പർ കിട്ടും. 2 + 8 + 8 + 1 19 ആണ് ഈ തന്നിരിക്കുന്ന എലമെൻറ്റിൻ്റെ ആറ്റമിക് നമ്പർ. ടു വിച്ച് ഗ്രൂപ്പ് ഡസ് ഇറ്റ് ബിലോങ്? ഏത് ഗ്രൂപ്പിലാണ് ഇത് പെടുന്നത്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ നോക്കുക. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണെങ്കിൽ ഗ്രൂപ്പ് 1. വാട്ട് ഇസ് ഇറ്റ്സ് പീരിയഡ് നമ്പർ? എത്ര ഷെല്ലുണ്ടെന്ന് കൗണ്ട് ചെയ്തു. 1 2 3 4. അപ്പോൾ 4 ഷെല്ലുണ്ട്. അപ്പോൾ 4th പീരിയഡിലായിരിക്കും ഈ എലമെൻറ്റ് ഉണ്ടാവുക. ഏത് ഫാമിലിയിലാണ് ഇത് ബിലോങ് ചെയ്യുന്നത്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന ഫാമിലിയുടെ പേര് ആൽക്കലി മെറ്റൽസ്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദ നോബിൾ ഗ്യാസ് വിച്ച് കംസ് ജസ്റ്റ് ബിഫോർ എക്സ്. നമുക്ക് തന്നിരിക്കുന്നത് എക്സിൻ്റെ ആറ്റമിക് നമ്പർ 19 ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിന് മുമ്പ് വരുന്ന നോബിൾ ഗ്യാസിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ അത് ആറ്റമിക് നമ്പർ ഇതിനേക്കാളും 1 ലെസ് ആയിരിക്കും. 18 എന്ന് പറയുമ്പോൾ 2 8 8 ആണ്. ആ 18 ഇലക്ട്രോൺ 2 8 8 വരുമ്പോൾ അത് 2 8 8 ആണ്. ജസ്റ്റ് ബിഫോറായി വരുന്ന
നോബിൾ ഗ്യാസിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ടോപ്പ് ട്യൂഷൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ: നമ്മൾക്ക് ഒരു എലമെൻറ്റ് പി, അതിൽ 3 ഷെല്ലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ഇത്രയും ഡേറ്റ തന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദ ഗിവൺ എലമെൻറ്റ്. നമുക്ക് 3 ഷെല്ലുണ്ടെന്ന് പറയുമ്പോൾ നമുക്കതനുസരിച്ചിട്ട് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാം. ആദ്യം 2, പിന്നെ 8, പിന്നെ 3ാമത്തെ ഷെല്ലാണ് ഔട്ടർ മോസ്റ്റ് ആയി വരുന്നതെന്ന് മനസ്സിലായി. അതിൽ 7 ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ 287 നമുക്ക് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാം. വാട്ട് ഈസ് ദ ആറ്റമിക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസും ഇക്വലൻ്റ് ആണത്. അപ്പോൾ സമയ 2 + 8 + 7 17 ആണ് ആറ്റമിക് നമ്പർ. ഏത് പീരിയഡിലാണ് ഇത് പെടുന്നത്? 3 ഷെല്ലുണ്ട്, അപ്പോൾ പീരിയഡ് 3 ആണ്. ഏത് ഗ്രൂപ്പിലാണ് ഇത് പെടുന്നത്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്, അപ്പോൾ 10 + 7 17 ആണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഇനി ഇതിൻ്റെ മോഡൽ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 287 ക്ലോറിൻ, അതിൻ്റെ 2 ഫസ്റ്റ് ഷെല്ലിൽ, 8 സെക്കൻഡ് ഷെല്ലിൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ. ക്വസ്റ്റ്യൻ: ഇതിൽ ഒരു എലമെൻറ്റ് എം, അതിൽ അത് തേർഡ് പീരിയഡുമാണ്, ഗ്രൂപ്പ് 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. തേർഡ് പീരിയഡ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്ക് അപ്പോൾ തന്നെ എത്ര ഷെല്ലുണ്ടെന്ന് അറിയണം. 3 ഷെല്ലുണ്ട്. ഗ്രൂപ്പ് 1 എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാക്കണം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഇനി ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ്. അപ്പോൾ ആദ്യത്തെ രണ്ടും 2,8 ആണ്, 3ാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281. ഇനി റൈറ്റ് ദ നെയിം ആൻഡ് സിംബൽ. ഇതിൻ്റെ ആറ്റമിക് നമ്പർ എത്രയാണ്? 2 + 8 + 1 11 ആണ് ആറ്റമിക് നമ്പർ. 11 ആറ്റമിക് നമ്പർ ആയിട്ടുള്ള എലമെൻ്റ് ആണ് സോഡിയം Na. ടു വിച്ച് ഫാമിലി ഇത് ബിലോങ് ചെയ്യുന്ന ഫാമിലി ഏതാണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ആകുമ്പോൾ ഗ്രൂപ്പ് 1 ആണ്, അതിൻ്റെ ഫാമിലി നെയിമാണ് ആൽക്കലി മെറ്റൽസ്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ എലമെൻറ്റ് ബിലോങ്ങിങ് ടു ദ സെയിം പീരിയഡ്. സെയിം പീരിയഡ് എന്ന് പറയുമ്പോൾ അതിലും 3 ഷെൽസ് ആണ് ഉള്ളത്. സെയിം പീരിയഡിൽ 13th ഗ്രൂപ്പിൽ പെടുന്ന എലമെൻറ്റിൻ്റെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിച്ചിരിക്കുന്നത്. 13th ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എത്ര ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗ്രൂപ്പ് നമ്പർ 10, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ കൂടെ 10 ആഡ് ചെയ്ത നമ്പറാണ് ഈ ഗ്രൂപ്പ് നമ്പർ. അപ്പം നമുക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ? 13 - 10, അപ്പോൾ 3 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ 283 ആണ് ഇതിൻ്റെ ആൻസർ. ക്വസ്റ്റ്യൻ: PQRS അങ്ങനെ 4 എലമെൻസിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അത് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഏതൊക്കെ എലമെൻസ് ആണ് സെയിം പീരിയഡിലുള്ളത്? സെയിം പീരിയഡിലാവണമെങ്കിൽ നമ്പർ ഓഫ് ഷെൽസ് സെയിം ആയിരിക്കണം. മനസ്സിലാക്കി? പിയും ക്യൂവും സെയിം പീരിയഡാണ്, പീരിയഡ് 2 ആണ്, 2 ഷെല്ലാണ് ഇതിലുള്ളത്. PQ പീരിയഡ് 2ൽ, Rഉം Sഉം 3 ഷെല്ല് വീതം ഉണ്ടല്ലോ, അപ്പോൾ പീരിയഡ് 3ൽ Rഉം Sഉം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദീസ് എലമെൻറ്റ്സ് ബിലോങ് ടു ദ സെയിം ഗ്രൂപ്പ്? സെയിം ഗ്രൂപ്പിൽ പെടുന്നത് ഏതൊക്കെ എലമെൻറ്റ്സ് ആണ്? അപ്പം നമ്മൾ നോക്കണം ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ്. പിയുടെയാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7ഉം എസിൻ്റെയും 7, ബാക്കി ഒന്നിനും കോമൺ ആയിട്ടില്ല. അപ്പോൾ പിയും എസുമാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ സെയിം ആയിട്ടുള്ള സെയിം ഗ്രൂപ്പിൽ പെടുന്ന. ആ ഗ്രൂപ്പിൻ്റെ പേരെന്താണ്? 10 + 7 17. ഐഡൻറ്റിഫൈ ദ നോബിൾ ഗ്യാസ് എമംഗ് ദീസ്. ഇതിനകത്ത് നോബിൾ ഗ്യാസ് ആണെങ്കിൽ ഒക്ടേറ്റ് കംപ്ലീറ്റഡ് ആയിരിക്കണം ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. ക്യൂവിൻ്റെ ആണ് ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരേ ഒരു എലമെൻറ്റ്. അപ്പോൾ ക്യൂ ആണ് ഈ തന്നിരിക്കുന്നതിൽ നോബിൾ ഗ്യാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഗ്രൂപ്പ് നമ്പർ ആൻഡ് പീരിയഡ് നമ്പർ ഓഫ് എലമെൻറ്റ് എസ്. എസിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ല് 7 ആണ്. അത് മോർ ദാൻ 3 ആൻഡ് മോർ ആയത് കാരണം ഇതിൻ്റെ കൂടെ 10 ആഡ് ചെയ്തു. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 17 ആണ്. പീരിയഡ് നമ്പർ ഓഫ് ഷെൽസ് 3. ഗ്രൂപ്പ് 17 പീരിയഡ് 3. ഹൈസ്കൂളിൽ അക്കാഡമിക് എക്സലൻസിന് തയ്യാറാകുന്ന സ്റ്റുഡൻസിന് ഒരു സന്തോഷ വാർത്ത. ടോപ്പ് ട്യൂഷൻ്റെ എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സെപ്ഷണൽ അക്കാഡമിക് കോച്ചിംഗ് നൽകുന്നു.
റെഗുലർ ക്ലാസ്സുകൾക്ക് പുറമെയുള്ള ടോപ്പ് ട്യൂഷൻ്റെ വീഡിയോ നോട്ട്സുകളും റെഗുലർ ടെസ്റ്റുകളും നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ സ്മോൾ ബാച്ച് സൈസ് സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എൻഷുർ ചെയ്യുന്നു. ടോപ്പ് ട്യൂഷൻ്റെ എക്സാം റിവിഷൻ, എക്സാം പ്രിപ്പറേഷൻ എന്നിവയിലൂടെ നിങ്ങൾക്ക് ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാം. ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുവാൻ ഇന്ന് തന്നെ വിളിക്കൂ. 8006066363. Question. Electron configuration of few elements are given. A, B and C. ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എയിലും ബിയിലും ഏത് ആറ്റമാണ് ബിഗർ സൈസ് ഉള്ളത്? എക്ക് 2 ഷെല്ലാണുള്ളത്, ബിക്ക് 3 ഷെല്ലാണുള്ളത്. നമ്പർ ഓഫ് ഷെല്ല് കൂടുന്തോറും ആറ്റത്തിൻ്റെ സൈസ് കൂടും. അപ്പോൾ ബിക്കാണ് സൈസ് കൂടുതലുള്ള ആറ്റം. അതിൻ്റെ കാരണം നമ്പർ ഓഫ് അഡീഷണൽ ഷെൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ബിയും സിയും കമ്പയർ ചെയ്യുമ്പോൾ ഏതാറ്റമാണ് ബിഗർ? ബിക്ക് 3 ഷെൽസ് ഉണ്ട്, സിക്കും 3 ഷെൽസ് ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഷെല്ലിൻ്റെ അടിസ്ഥാനത്തിൽ സൈസിന് വ്യത്യാസമൊന്നും ഇല്ല. പക്ഷേ ന്യൂക്ലിയർ ചാർജ് കൂടുതലുള്ളത് സിക്കാണ്. ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെ കൂടുതൽ ബലത്തോടു കൂടിയിട്ട് അട്രാക്റ്റ് ചെയ്യാൻ ന്യൂക്ലിയസിന് പറ്റും. അപ്പോൾ സിയുടെ സൈസ് കുറച്ചും കൂടി ബിനെ അപേക്ഷിച്ച് കുറയുവാണ് ചെയ്യുന്നത്. അപ്പോൾ ബിയും സിയും നോക്കിയാൽ ബി തന്നെയാണ് ബിഗർ ആറ്റം. ക്വസ്റ്റ്യൻ, പീരിയോഡിക് ടേബിളിൻ്റെ ഒരു പോർഷനായിട്ടാണ് ഇത് തന്നിരിക്കുന്നത്. കുറച്ച് എലമെൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ സിമ്പിൾസ് ഒന്നും റിയൽ സിമ്പിൾ അല്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് എലമെൻറ്റ്സ് ബിലോങ് ടു ഹാലജൻ ഫാമിലി? ഹാലജൻ ഫാമിലിയിൽ ബിലോങ് ചെയ്യുന്ന ഏതാണ് എലമെൻറ്റ്? എമ്മും എന്നും. ഹാലജൻ ഫാമിലി എന്ന് പറഞ്ഞാൽ 7 ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഗ്രൂപ്പ് 17ലാണ്. അപ്പോൾ എമ്മും എന്നുമാണ് ഹാലജൻ ഫാമിലി. വിച്ച് ഓഫ് ദീസ് ആർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്? ട്രാൻസിഷൻ എലമെൻറ്റ്സ് നമുക്കറിയാം, ഈ മിഡിൽ ഭാഗത്തുള്ള ഈ എലമെൻറ്റ്സ് ആണ് ട്രാൻസിഷൻ എലമെൻറ്റ്. അപ്പോൾ ജിയും എച്ചുമാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്, റൈറ്റ് ദ എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 1 ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദെയർ ആറ്റമിക് സൈസ്. ഗ്രൂപ്പ് 1ലെ എലമെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് 1 ABCD ആണ്. അതിൻ്റെ പറഞ്ഞിരിക്കുന്നത് ഡിക്രീസിങ് ഓർഡർ ഓഫ് ആറ്റമിക് സൈസ്. ആറ്റമിക് സൈസ് കൂടിയതിൽ നിന്ന് കുറവിലേക്കിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കറിയാം ആറ്റമിക് സൈസ് മേളിൽ നിന്ന് താഴേക്ക് തോറും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ DCBA. വിച്ച് എലമെൻറ്റ് ഹാസ് സ്മോളർ ആറ്റം, B or I? ബി എവിടെയാണ്? ബി ഇവിടെയുണ്ട്, ഐ ഇവിടെയുണ്ട്. സെയിം പീരിയഡിൽ ബിക്കും ഐക്കും സെയിം നമ്പർ ഓഫ് ഷെല്ലാണുള്ളത്. പക്ഷേ ബിനെ അപേക്ഷിച്ച് ന്യൂക്ലിയർ ചാർജ് ഐക്ക് കൂടുതലായത് കാരണം ഇലക്ട്രോണിനെ കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെ കൂടുതൽ സ്ട്രോങ് ആയി അട്രാക്റ്റ് ചെയ്തൊരു സൈസ് കുറയുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഐ ആണ് സ്മോളർ ആറ്റം ബി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ എലമെൻറ്റ്സ് ഓഫ് പീരിയഡ് 3. തേർഡ് പീരിയഡിലെ എലമെൻറ്റ്സ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ ആറ്റമിക് സൈസ്. തേർഡ് പീരിയഡിലുള്ള തന്നിരിക്കുന്ന എലമെൻറ്റ് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആറ്റമിക് സൈസ്. നമുക്കറിയാം പീരിയഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും ആറ്റമിക് സൈസ് കുറയുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻക്രീസിങ് ഓർഡറിൽ കൊടുക്കണമെങ്കിൽ ഈ തേർഡ് പീരിയഡിലുള്ളത് NJFC. തേർഡ് പീരിയഡിലുള്ളത് ഇൻക്രീസിങ് ഓർഡർ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ളത് ഓർഡറിൽ കൊടുക്കുക. ദെൻ വിച്ച് ഓഫ് ദീസ് ആർ ആൽക്കലൈൻ എർത്ത് മെറ്റൽ? ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഗ്രൂപ്പിനെയാണ് ആൽക്കലൈൻ എർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇയും എഫുമാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എലമെൻറ്റ് ഹാസ് 8 ഇലക്ട്രോൺസ് ഇൻ ഇറ്റ്സ് ഔട്ടർ മോസ്റ്റ് ഷെൽ? ഏതിനാണ് 8 ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്നത്? O ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ 8 + 10 ആഡ് ചെയ്തിട്ടാണ് ഈ 18 ഗ്രൂപ്പ് വന്നിരിക്കുന്നത്, എലമെൻറ്റ് O. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഈ തന്നിരിക്കുന്ന എല്ലാ എലമെൻസിനെയും പീരിയോഡിക് ടേബിൾ റെഫർ ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് സിമ്പൽ എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള ഈ ഫസ്റ്റ്
3 പീരിയഡ്സിലുള്ള എലമെൻറ്റ് നമ്മൾ പീരിയോഡിക് ടേബിൾ വെച്ച് റെഫർ ചെയ്യുക. അങ്ങനെ ഈ എല്ലാ എലമെൻറ്റും റെഫർ ചെയ്തിട്ട് ടേബിൾ പോപ്പുലേറ്റ് ചെയ്തിരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ, നമുക്ക് തന്നിരിക്കുന്ന ഒരു എലമെൻറ്റ് അത് സെക്കൻഡ് പീരിയഡിലാണ്. അതായത് സെക്കൻഡ് പീരിയഡിൽ എന്ന് പറയുമ്പോൾ 2 ഷെല്ലാണ് ഉള്ളത്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 2 ഷെല്ലുണ്ട്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ. ഇന്നർ ഷെൽ എനിവേ വിനോ 2 ആണ് മാക്സിമം കപ്പാസിറ്റി. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 നമുക്ക് തന്നിരിക്കുന്ന എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 നെക്സ്റ്റ് വെച്ചിരിക്കുന്നത്, റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ നോബിൾ ഗ്യാസ് ബിലോങ്ങിങ് ടു ദ സെയിം പീരിയഡ്. സെയിം പീരിയഡ് എന്ന് പറയുമ്പോൾ സെയിം നമ്പർ ഓഫ് ഷെല്ല് തന്നെ ആയിരിക്കണം, നോബിൾ ഗ്യാസുമായിരിക്കണം. അത് 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് 2, 8. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആകണമല്ലോ. അത് നിയോണിൻ്റെയാണ് ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ഇറ്റ്സ് ഗ്രൂപ്പ് നമ്പർ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 2 തന്നെയായിരിക്കും. ഇവിടെ 10 ആഡ് ചെയ്യേണ്ട, ബിക്കോസ് ട്രാൻസിഷൻ എലമെൻറ്റ്സിന് മുമ്പിലാണ് ഗ്രൂപ്പ് 1ഉം 2ഉം വരുന്നത്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ തന്നെയാണ് ഗ്രൂപ്പ് നമ്പറുമായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദ എലമെൻറ്റ് ഇൻ ദ സെയിം ഗ്രൂപ്പ് ആൻഡ് ഇൻ ദ തേർഡ് പീരിയഡ്. സെയിം ഗ്രൂപ്പിൽ തേർഡ് പീരിയഡിൽ നമുക്ക് തന്നിരിക്കുന്ന എലമെൻറ്റ് സെക്കൻഡ് പീരിയഡിലാണ്. അത് ഗ്രൂപ്പ് 2 ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണെന്ന്. അപ്പോൾ സെയിം ഗ്രൂപ്പിൽ അടുത്ത പീരിയഡിലേക്കായി കഴിയുമ്പോൾ ഒരു ഷെല്ലും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ 2 എന്നുള്ളതിന് പകരം ഒരു ഷെല്ലും കൂടി ആഡ് ചെയ്ത് 2, 8, 2 ആണ് ഇതിൻ്റെ ആൻസർ. ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഗിവൺ ടേബിൾ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ടേബിൾ അനലൈസ് ചെയ്യുക. നമ്മളോട് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ആറ്റമിക് നമ്പർ, ഈ എല്ലാ എലമെൻസിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മാസ് നമ്പറും ഉണ്ട്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉണ്ട് ഓരോ എലമെൻറ്റിൻ്റെയും. അപ്പോൾ ആറ്റമിക് നമ്പർ എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ മൈനസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. മാസ് നമ്പർ എന്ന് വെച്ചാൽ പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ് ആണ്. ന്യൂട്രോൺസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആറ്റമിക് നമ്പർ ആണ് നമ്പർ ഓഫ് പ്രോട്ടോൺസിന്. അപ്പം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം ആറ്റമിക് നമ്പർ. ആറ്റമിക് നമ്പർ ഇസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഓരോ ആറ്റത്തിൻ്റെയും എയുടെ 9 - 5, ബിയുടെ 35 - 18, അപ്പോൾ 17 കിട്ടി. അങ്ങനെ ഓരോ എലമെൻറ്റിൻ്റെയും ആറ്റമിക് നമ്പർ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്, റൈറ്റ് ദർ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ആറ്റമിക് നമ്പർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. ആറ്റമിക് നമ്പർ നമുക്ക് കിട്ടി. അത് നമ്മൾ ടേബിളിലേക്ക് പോപ്പുലേറ്റ് ചെയ്തു. ആറ്റമിക് നമ്പർ 4 ആണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമ്മൾ എന്താ എഴുതുക? 2, 2. ആദ്യത്തേത് 2 × 1 സ്ക്വയർ, 2 × 2 സ്ക്വയർ മാക്സിമം കപ്പാസിറ്റി 2n² റൂൾ അനുസരിച്ച് ഫിൽ ചെയ്ത്. ബിയുടേത് 17 ആണ് ആറ്റമിക് നമ്പർ. 2 × 2 + 8 + 7, 10 കഴിഞ്ഞ് ബാക്കിയുള്ളത് 7 ഔട്ടർ മോസ്റ്റിൽ വന്നു. അങ്ങനെ സിയുടെ 2, ഇനി സി 19 ആണ് ആറ്റമിക് നമ്പർ. 19 എന്ന് പറയുമ്പോൾ 2, 8 കഴിഞ്ഞാൽ പിന്നെ 2, 8, 9 ഡയറക്റ്റ്ലി വരില്ല. കാരണം ഒക്ടേറ്റ് റൂളിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് എലമെൻറ്റിന് ഇഷ്ടമില്ലാത്തത് കാരണം ഒന്നുമില്ലെങ്കിൽ പ്രീവിയസ് ഷെല്ലിൽ ഫ്രീ സ്ലോട്ട് ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഷെല്ലിലേക്ക് കൊടുക്കും. ഇവിടെ പ്രീവിയസ് ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, 8 ഇലക്ട്രോൺസ് ആണ് മാക്സിമം കപ്പാസിറ്റി. അപ്പോൾ അടുത്ത ഷെല്ലിലേക്ക് കൊടുത്തു. 2, 8, 8, 1 ആണ് സിയുടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഡി ആറ്റമിക് നമ്പർ 18 ആണ്. അപ്പോൾ 2, 8, 8 ആണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അങ്ങനെ ഓരോ എലമെൻറ്റിൻ്റെയും ഇലക്ട്രോൺ കോൺഫിഗറേഷനും ഫിൽ ചെയ്തു. അത് നമ്മൾ ടേബിളിലേക്ക് പോപ്പുലേറ്റ് ചെയ്തു. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫർദർ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയാണ് ടേബിളിലേക്ക് ആക്കിയത്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്, വിച്ച് എമംഗ് ദീസ് ഈസ് നോബിൾ ഗ്യാസ്. നമ്മുടെ എലമെൻസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്. ഇതിലേതാണ് നോബിൾ ഗ്യാസ്, ഏതിൻ്റെയാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്? ഡി ആണ് തന്നിരിക്കുന്നതിൽ നോബിൾ ഗ്യാസ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ടു വിച്ച് ഫാമിലി ഡസ് ദ എലമെൻറ്റ് ബി ബിലോങ്സ്.
ബി ബി ഏത് ഫാമിലിയിലാണ് ബിലോങ് ചെയ്യുന്നത്? ബിയുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണുള്ളത്. 7 + 10 ആണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ 17 ആണ്. അത് ഹാലജൻ ഫാമിലി എന്നാണ് ഗ്രൂപ്പ് 17 അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ടു വിച്ച് പീരിയഡ് ആൻഡ് ഗ്രൂപ്പ് സി ബിലോങ്സ്? സി ഏത് പീരീഡിലാണ്, ഏത് ഗ്രൂപ്പിലാണ്? ഏത് പീരീഡിലാണ് എത്ര ഷെല്ലുണ്ടെന്ന് കൗണ്ട് ചെയ്യുക? 1 2 3 4. 4th പീരീഡാണ്. ഏത് ഗ്രൂപ്പിലാണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നോക്കുക, അത് 1. അപ്പോൾ ഗ്രൂപ്പ് 1 ആണ്. പീരിയഡ് 4 ഗ്രൂപ്പ് 1. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വിച്ച് എമംഗ് ദീസ് എലമെൻറ്റ്സ് ബിലോങ്സ് ടു സെയിം പീരിയഡ്? തന്നിരിക്കുന്നതിൽ സെയിം പീരിയഡിലുള്ളത് ഏതൊക്കെയാണ്? ബിയും ഡിയുമാണ്. സെയിം പീരിയഡ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഷെൽസ് സെയിം ആയിരിക്കണം. ബിയുടെയും ഡിയുടെയാണ് 3 വീതം നമ്പർ ഓഫ് ഷെൽസ് ഉള്ളത്. പീരിയഡ് 3ലാണ് അത് രണ്ടും ഉള്ളത്. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് റൂം ട്യൂഷനിലേക്കും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ ഡീറ്റെയിൽസിനായി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്